നിങ്ങൾ എല്ലാവരുടെയും വീടുകളിൽ റേഷൻ കാർഡുകൾ ഉണ്ടാകുമല്ലോ അല്ലേ? പക്ഷെ കാർഡിന്റെ നിറം എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ചിലയിടത്ത് അത് പിങ്ക് ആകും, മറ്റ് ചിലയിടത്ത് വൈറ്റോ അല്ലെങ്കിൽ ബ്ലൂ ഒക്കെ ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എക്കണോമിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ പോവർട്ടി ലൈനിനെ പറ്റിയാണ്. എന്താണ് പോവർട്ടി ലൈൻ? അതിന് നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറിൽ എന്ത് ഇമ്പോർട്ടൻസ് ആണുള്ളത്? ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, ഹെൽത്ത് കെയർ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനായി ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള മിനിമം വരുമാനത്തെയാണ് പോവർട്ടി ലൈൻ എന്ന് വിളിക്കുന്നത്. ആ രേഖയ്ക്ക് താഴെയുള്ള വ്യക്തികളെ ദരിദ്രരായാണ് കണക്കാക്കുക. അതായത് ബിലോ പോവർട്ടി ലൈൻ ഓ BPL കാറ്റഗറി. ഗവൺമെന്റിന്റെ സഹായം കൂടുതൽ അർഹിക്കുന്ന വിഭാഗമായിരിക്കും ഇവർ. വർഷങ്ങൾക്ക് മുന്നേ വരെ ഇന്ത്യയിൽ പോവർട്ടി ലൈൻ കണ്ടെത്തിയിരുന്നത് കാലറി ഇൻടേക്കിന്റെ അല്ലെങ്കിൽ ഫുഡിൽ നിന്ന് ലഭിക്കുന്ന എനർജിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. 2009-ൽ ടെൻഡുൽക്കർ കമ്മിറ്റിയാണ് ഭക്ഷണത്തിനൊപ്പം ഷെൽട്ടറും മരുന്നും ഡ്രസ്സുമെല്ലാം ക്രൈറ്റീരിയകളാക്കണമെന്ന് നിർദ്ദേശിച്ചത്. അതോടെ കാൽക്കുലേഷൻ പൂർണ്ണമായും വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായി. 2014-ൽ പുറത്തു വന്ന രംഗരാജൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഗ്രാമങ്ങളിൽ പ്രതിമാസം 972 രൂപയ്ക്കും നഗരങ്ങളിൽ 1407 രൂപയ്ക്കും താഴെ വരുമാനമുള്ളവരെയാണ് ദരിദ്രരായി കണക്കാക്കുന്നത്. മുന്നേ പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു പോവർട്ടി ലൈൻ നിശ്ചയിക്കാനുള്ള ചുമതല. നിലവിൽ അത് നിതി ആയോഗിനാണ്. മൾട്ടി ഡിമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അടിസ്ഥാനമാക്കിയാണ് ഇത് നിർണ്ണയിക്കുന്നത്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്നീ ഫാക്ടറുകളാണ് നിലവിലെ ക്രൈറ്റീരിയകൾ. പോവർട്ടി രണ്ട് തരത്തിലാണുള്ളത്: അബ്സല്യൂട്ട് പോവർട്ടി ആൻഡ് റിലേറ്റീവ് പോവർട്ടി. അബ്സല്യൂട്ട് പോവർട്ടി എന്നാൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് പോലും പണമില്ലാത്ത അവസ്ഥയാണ്. സമൂഹത്തിലെ ഭൂരിഭാഗം പേരെയും വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ താഴ്ന്ന വരുമാനമുള്ളവരെയാണ് റിലേറ്റീവ് പോവർട്ടി കാറ്റഗറിയിലും ഉൾപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ആദ്യം സംസാരിച്ച റേഷൻ കാർഡിന്റെ വിഷയത്തിലേക്ക് വരാം. യെല്ലോ ആൻഡ് പിങ്ക് കാർഡ് ഉള്ളവർ BPL വിഭാഗത്തിലും വൈറ്റ് ആൻഡ് ബ്ലൂ കാർഡ് ഉള്ളവർ APL വിഭാഗത്തിലുമാണ് ഉൾപ്പെടുക. ഇതിൽ തന്നെ യെല്ലോ കാർഡ് ഉടമകൾ അതിദരിദ്ര വിഭാഗമാണ്. AAY അല്ലെങ്കിൽ അന്ത്യോദയ അന്ന യോജന വിഭാഗം എന്നാണ് അവരെ വിളിക്കുക. അവർക്കായിരിക്കും ഏറ്റവും അധികം ആനുകൂല്യങ്ങൾ ലഭിക്കുക. നമ്മുടെ രാജ്യത്തെ സാമൂഹ്യ സ്ഥിതിയിൽ ദാരിദ്ര്യരേഖയ്ക്കും റേഷൻ കടകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. മാർക്കിന് വേണ്ടിയല്ല, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്കേവർക്കും ഇക്കാര്യങ്ങളെ പറ്റിയൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.